പിന്നെ ഈ പറഞ്ഞ 30 വർഷമായിട്ടും ഇടതുപക്ഷം തന്നെയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഇവിടുത്തെ ജനങ്ങള് നേരത്തെ പലരും പറഞ്ഞ പോലെ ഇവിടുത്തെ ജനങ്ങള് ഈ പറയുന്ന ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും വീണ്ടും വീണ്ടും ഇടതുപക്ഷം തന്നെയാണ് വന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണോ? അപ്പൊ എന്താണ് അത് നോക്കി കാണുന്നത്? അല്ല, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യങ്ങളെ എപ്പോഴും ആവശ്യങ്ങളാക്കി നിലനിർത്തിക്കൊണ്ടു പോകാനാണ് ഇതുവരെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. കാരണം ആവശ്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അവർക്ക് കിട്ടേണ്ട വീട് കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് കിട്ടേണ്ട കുടിവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടിയാൽ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയാൽ, മെച്ചപ്പെട്ട തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ആളുകളൊന്നും വിവേചനത്തോട് ചിന്തിച്ചിട്ട് വോട്ട് മാറ്റി ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഉന്നമനത്തിനല്ല അവിടെ അവരുടെ ജീവിത ആ രീതി അങ്ങനെ നിലനിർത്താനാണ് ഇവിടെ വരുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയും കൂടി ഉണ്ടായിരുന്നു നമുക്ക് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം MP ആയി. ഇവിടെ ഒരു മന്ത്രിയല്ല, അദ്ദേഹം സ്പീക്കറായി. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. ഒരു ആദ്യം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, ദേവസ്വം മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അവസരങ്ങളുണ്ട്. ഈ സമയങ്ങളെല്ലാം ഇവിടുത്തെ ഈ മണ്ഡലവും കേരളവും ഒരേ പാർട്ടിക്കാർ ഭരിച്ചിരുന്ന സമയമാണിത്. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ ദേവസ്വം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ തിരുവല്ലാമല ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ്, വളരെ പഴക്കമുള്ളതാണ്. ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ നവീകരിക്കാൻ പറ്റും. അതിൻ്റെ പ്രദേശം വളരെ മനോഹരമാണ്. ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തിരുവല്ലാമല മാത്രമല്ല കേട്ടോ, ഈ മണ്ഡലത്തിലെ വാഴാലിക്കാവ്, പാഞ്ഞാള്, മത്സരംകുണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകളെ കണക്ട് ചെയ്തിട്ട് ടൂറിസത്തിന് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലമാണിത്. എന്തോ അതിന് വേണ്ടിയിട്ട് ഒരു പരിശ്രമം ഇവരുടെ ഭാഗത്ത് നടത്തിയിട്ടില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം മുമ്പ് ഇപ്പോഴത്തെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് നല്ല മുന്നേറ്റമുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ 20% മുകളിൽ വരെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 22 മുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഇപ്രാവശ്യം എങ്ങനെയാണ്? പ്രതീക്ഷ എങ്ങനെയാണ്? അതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് എങ്ങനെ വന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അത് ഇവിടെ മാത്രമല്ല, നമ്മൾ കേരളം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ മണ്ഡലങ്ങളും ഇതുപോലെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് BJPക്ക്. അതൊരു 2014 ശേഷം ഒരു മോദി ഫാക്ടർ ആണോ അതിന്റെ ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്? അതും ഒരു കാരണമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഉപതെരഞ്ഞെടുപ്പില് കേരളത്തിലുള്ള മുഴുവൻ സംഘടനാ സംവിധാനവും ശക്തിയും ഇവിടുത്തെ ഇടതുപക്ഷം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി മുതൽ വന്ന് എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതേപോലെ ഓരോ മന്ത്രിമാരും ഓരോ പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. MLA വരെ ബൂത്തുകളിലേക്ക് യാത്ര ചെയ്ത് സാധാരണക്കാർ നേരിട്ട് മന്ത്രിമാരെ കാണുന്ന ആ കാലഘട്ടത്തിലായിരുന്നു. അതേപോലെ തന്നെ UDF വളരെ ശക്തമായ രീതിയിൽ അവരുടെ MP ആയിരുന്നു മുമ്പത്തെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ആ MP-നെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനം നടത്തിയത്. പക്ഷെ അതിനു മുമ്പുണ്ടായിരുന്ന MLA-ക്കാൾ 20,000 വോട്ടാണ് അവർക്ക് കുറഞ്ഞത്, ഇടതുപക്ഷത്തിന് കുറഞ്ഞത്, കോൺഗ്രസിന് കുറഞ്ഞു. ഇങ്ങനെ ശക്തമായ മത്സരം ഉണ്ടായ സമയത്തും ഇവിടെ 10,000 വോട്ട് വർദ്ധിച്ചത് NDAക്ക് മാത്രമാണ്. NDA പ്രതിദാനം ചെയ്യുന്ന എനിക്കായിരുന്നു അത് 10,000 വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും BJPയുടെ ചരിത്രത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ഷെയർ കുറയാണ് സാധാരണ സംഭവിക്കുക. ഇവിടെ വോട്ട് കുറയല്ല ചെയ്ത്, ഇവിടെ 10,000 വോട്ട് കൂടുകയാണ് ചെയ്തത്. ആ 10,000 വോട്ട് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഈ നാട്ടിലുണ്ട് എന്നതാണ്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കുറയാണ് ഉണ്ടായത്. നിലമ്പൂര് എല്ലായിടത്തും എടുത്തു നോക്കി ഇവിടെ മാത്രമാണ് ഈ പറഞ്ഞ പോലെ കൂടിയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ അത് മാറ്റി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷം അല്ല അതിനു മുമ്പും 70 വർഷത്തോളം ഈ മണ്ഡലം രൂപീകരണം നടത്തിയിട്ട് ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രത്യേക മണ്ഡലമായിരുന്നു. 96 മുതലാണ് അത് ഇടതുപക്ഷത്തേക്ക് ചേരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ മുഴുവനും 96 മുതൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഈ ശക്തമായ മത്സരം നടത്തിയിട്ടും അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഈ 30 വർഷക്കാലത്ത് അവർ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഇത്തവണ ആ മണ്ഡലം മുസ്ലിം ലീഗിന് കൈമാറുകയാണ് ചെയ്തത്. അവർക്ക് ഇനി വിജയിക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്നുകൊണ്ട് അവർ കൈമാറി. മത്സരം ഇപ്പോൾ നടക്കുന്നത് NDAയും ഇവിടുത്തെ LDFും തമ്മിലാണ്. ആ LDFിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഴുവനുള്ള ഭരണവിരുദ്ധ വികാരം അത്
ചേലക്കരയിലുണ്ട്. അത് ശക്തമായ രീതിയിലുണ്ട്. അപ്പോൾ അതെല്ലാം തീർത്തും അത് നമുക്ക് അനുകൂലമാവും. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ. ഇവിടുത്തെ സാധാരണക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെ ജൽജീവൻ മിഷൻ സാധാരണക്കാർക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ആയുഷ്മാൻ ഭാരത്. ഇന്ന് നടപ്പിലാക്കാത്തത് കേരളം മാത്രമാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ കേന്ദ്രം നൽകുന്ന എല്ലാ പദ്ധതികളും ഇവിടുത്തെ സാധാരണക്കാരന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അത് ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരു സമഗ്രമായ മാറ്റം വേണം. അത് NDA കേരളത്തിലും വരണം, ചേലക്കരയിലും വരണം.